ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വീണ്ടും സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പുതിയ ഒരു യുദ്ധം പുറപ്പെട്ടേക്കാമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവ് യഹ്യ റഹീം സഫായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാനും അമേരിക്കയും ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ കരാറും നിലവിലില്ലാത്തതിനാൽ സൈന്യം ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രസ്താവനയെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടിയാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. 3 ദിവസം മുമ്പ് ഇസ്രായേൽ പട്ടാള മേധാവി ഇയാൽ സമീർ ഇറാനിനെതിരെ മറ്റൊരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ജൂൺ 13 നടത്തിയ ആക്രമണം ഇറാനെ മുൻകൂട്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 12 ദിവസത്തോളം നീണ്ടുനിന്ന ഈ ആക്രമണം വാഷിംഗ്ടൺ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെയാണ് അവസാനിച്ചത്. എന്നാൽ ഈ വെടിനിർത്തൽ ഒരു ഔദ്യോഗിക കരാറിന്റെ ഭാഗമായിരുന്നില്ല. പകരം ഇരുപക്ഷവും താൽക്കാലികമായി പിന്മാറുകയായിരുന്നു. ഈ സാഹചര്യം സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജൂണിലെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെയും ഇസ്രായേലിന് നേരെയും മിസൈൽ ആക്രമണം നടത്തി. ഈ തിരിച്ചടികൾക്ക് ശേഷം ഇരു കൂട്ടരും താൽക്കാലികമായി പിൻവാങ്ങുകയായിരുന്നു. ഇരുവരും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ പോലും നിലവിലില്ല എന്ന യാഥാർത്ഥ്യമാണ് യഹ്യ റഹീം സഫാവി ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിക്കാം എന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ ഭീഷണികളെ ലഘൂകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇസ്രായേൽ യുദ്ധഭീഷണി മുഴക്കുന്നത് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം മാത്രമാണെന്നും അടുത്തൊന്നും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ അറാഖ്ചിയുടെ ഈ അഭിപ്രായത്തെ ബന്ധിക്കുന്ന നിലപാടാണ് ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവ് സ്വീകരിച്ചത്. ഇസ്രായേലിന്റെ ഭീഷണിയെ നിസ്സാരമായി കാണരുതെന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്നും യഹ്യ റഹീം ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ സൈനിക മേധാവി ഇയാൻ സമീർ ജൂണിലെ സംഘർഷത്തെ വിശേഷിപ്പിച്ചത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തെ മുൻകൂട്ടി ഇല്ലാതാക്കാനുള്ള ഒരു പ്രതിരോധ യുദ്ധമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഇസ്രായേൽ പുതിയ ഒരു ആക്രമണത്തിന് സജ്ജമാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇറാൻ ആണവ കേന്ദ്രത്തിലും സൈനിക കേന്ദ്രങ്ങളിലും ജൂൺ 13 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് 12 ദിവസത്തെ യുദ്ധം ആരംഭിച്ചത്. ഈ ആക്രമണത്തിൽ നിന്ന് നിരവധി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 606 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 5332 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ 31 പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ അധികൃതർ അറിയിച്ചു. ജൂൺ 22 അമേരിക്കയും ഈ സംഘർഷത്തിൽ പങ്കുചേർന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലായിരുന്നു US സൈന്യത്തിന്റെ ആക്രമണം. ഇതിന് മറുപടിയായി ഇറാൻ ഖത്തറിലെ US സൈനിക താവളമായ അൽ ഉദൈദിന് നേരെ ആക്രമണം നടത്തി. അതിനുശേഷമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഈ താൽക്കാലിക വെടിനിർത്തൽ ഒരു ഔദ്യോഗിക കരാർ അല്ലായിരുന്നതിനാൽ മേഖലയിൽ സമാധാനം നിലനിൽക്കുമെന്നുള്ള ഉറപ്പ് ആർക്കും നൽകാൻ കഴിയില്ല. ഇസ്രായേൽ ഇറാനിയൻ ആണവ പദ്ധതികളെയും മിസൈൽ ശേഷിയെയും തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങളെ ഏത് വിധേനയും തടയാൻ അവർ ശ്രമിക്കുന്നു. മറുവശത്ത് ഇറാൻ ഇസ്രായേലിനെ പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന ശത്രുവായി കണക്കാക്കുകയും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയും ചെയ്യുന്നു. ഈ ശത്രുതയുടെ ചരിത്രം പതിറ്റാണ്ടുകൾ തന്നെ പഴക്കമുള്ളതാണ്. ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ, രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, അതിർത്തി സംഘർഷങ്ങൾ എന്നിവ ഈ ശത്രുതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയതും ഇറാനിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇറാൻ ആണവ കരാറിന്റെ വ്യവസ്ഥകൾ ലംഘിച്ച് ആണവ സമ്പുഷ്ടീകരണം തുടരുന്നത് ഇസ്രായേലിനെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഈ ആണവ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു പൂർണ്ണ സമാധാനം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇറാനിനെതിരെ മുൻകൂട്ടിയുള്ള പ്രതിരോധ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത്. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത
സൈനിക ഉപദേഷ്ടാവ് നടത്തിയ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേലിന്റെ ഭീഷണികളെ ഗൗരവത്തോടെ കാണണമെന്നും ഏത് യുദ്ധ സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കണമെന്നും അദ്ദേഹം സൈന്യത്തോട് ആവശ്യപ്പെട്ടു. ഇത് ഇറാന്റെ സൈനിക നേതൃത്വം ഇസ്രായേലിന്റെ നിലപാടുകളെ എത്രത്തോളം ഗൗരവമായി എടുക്കുന്നു എന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. ചുരുക്കത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറും ഇല്ലാത്ത സാഹചര്യത്തിൽ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പുതിയ സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഇരുപക്ഷവും സൈനികമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മധ്യസ്ഥതയിലുള്ള നയതന്ത്ര ഇടപെടലുകൾ മാത്രമാണ് ഒരു വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള ഏക വഴി. അല്ലാത്ത പക്ഷം പശ്ചിമേഷ്യയിൽ വീണ്ടും രക്തച്ചൊരിച്ചിലിന്റെ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്കപ്പെടുന്നു.